ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻ എസ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്ട്രോബെറി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ സ്ട്രോബെറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ പകുതി ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് ഞാൻ എന്നോട് കഴിയും പോലെ ഇങ്ങനെ മടക്കി ചുരുട്ടി കൊടുക്കുകയാണ്. ഇനി ഈ പേപ്പർ ഇതുപോലെ കോണാക്കി കൊടുക്കണം. ഇനി ഇതിവിടെ പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് പശയൊക്കെ തേച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി ഞാനൊരു ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ്. അതേപോലെ നേരത്തെ നമ്മൾ ചുരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു പേപ്പറും ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇത് ഇതേപോലെ മടക്കാം. മുകൾ ഭാഗമൊക്കെ ഒന്ന് ചമ്മിക്കാം. ശേഷം ഇത് ഇതേപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ നൂല് വെച്ചിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. ഇതൊന്ന് മുറിച്ചെടുക്കണം. ഇനി ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ചെയ്തിട്ട് ഇത് നമുക്കിങ്ങനെ ചുരുട്ടിയതിന് ശേഷം നൂല് വെച്ചിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ പശ തേച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനൊരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇനി ഞാനൊരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് അത് ഇതുപോലെ 4 മടക്കുകയാണ്. ശേഷം ഒന്നും കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ശേഷം വീണ്ടും മടക്കിയിട്ട് നമുക്കിതിൽ ഒരു പൂവിൻ്റെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ശേഷം അടിഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ തുറക്കുമ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ പോലെ നമുക്കിത് കിട്ടും. ഇനി ഞാനിത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ല ചുവപ്പ് പെയിൻ്റാണ് ഞാൻ നമ്മുടെ ഈ സ്ട്രോബെറിക്ക് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ മഞ്ഞ പെയിൻറ്റ് വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ പുള്ളിയിട്ട് കൊടുക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പുള്ളിയിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഏകദേശം ഒക്കെ പുള്ളിയിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്ട്രോബെറി റെഡിയാണ്. ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൂ പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ ഇതേപോലെ പശ തേച്ച് കൊടുക്കാം. എന്നിട്ടിത് ഇതേപോലെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിന് പച്ച പെയിൻറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പം നമ്മുടെ സ്ട്രോബെറി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനു മുമ്പ് ഒരു കൊട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.